എസ് ഹരീഷിനെ കുറിച്ചാണ് പറയുന്നത്. ഹരീഷിൻ്റെ കൃതികളും നമ്മൾ പറയുന്നുണ്ട്. ജനനം 1975, നീണ്ടൂർ, കോട്ടയം ജില്ല, കേരളം. സാഹിത്യകാരൻ, അതുപോലെ കേരള സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടുണ്ട്. ജനനം 1975, നീണ്ടൂർ, കോട്ടയം ജില്ല, കേരളം. സാഹിത്യകാരൻ, കേരള സർക്കാർ ഉദ്യോഗസ്ഥൻ ആയിട്ടുണ്ട്. എസ് ഹരീഷിൻ്റെ കൃതികളാണ് രസവിദ്യയുടെ ചരിത്രം, ആദം, അന്ത്യപ്രഭാഷണം, പ്രൊഫസർ റാൻഡി പോഷ് അത് വിവർത്തനമാണ്. അതുപോലെ ഗോഗോളിൻ്റെ കഥകൾ വിവർത്തനം, മീശ നോവല്, അപ്പൻ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതാണ് മീശ അല്ലേ, മീശ നോവൽ. അതുപോലെ അപ്പൻ, ആദം, രസവിദ്യയുടെ ചരിത്രം, അന്ത്യപ്രഭാഷണം, പ്രൊഫസർ റാൻഡി പോഷിൻ്റെ വിവർത്തനം. അതുപോലെ ഗോഗോളിൻ്റെ കഥകൾ വിവർത്തനം, രസവിദ്യയുടെ ചരിത്രം, ആദം, അന്ത്യപ്രഭാഷണം, പ്രൊഫസർ റാൻഡി പോഷിൻ്റെ വിവർത്തനം, ഗോഗോളിൻ്റെ കഥകൾ വിവർത്തനം, മീശ നോവല്, അപ്പൻ. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് മീശ, അപ്പൻ, ആദം, രസവിദ്യയുടെ ചരിത്രം, അതുപോലെ ഗോഗോളിൻ്റെ കഥകൾ. ആദം, രസവിദ്യയുടെ ചരിത്രം, മീശ, അപ്പൻ. ആദം, അപ്പൻ, മീശ, അതുപോലെ രസവിദ്യയുടെ ചരിത്രം, അതുപോലെ ഗോഗോളിൻ്റെ കഥകൾ വിവർത്തനം. കേരള സാഹിത്യ അക്കാദമിയുടെ മികച്ച കഥാസമാഹാരത്തിനുള്ള 2018 പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ തന്നെ ഗീതാ ഹിരണ്യൻ എൻഡോമെൻറ്റ് പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിൻ്റെ സ്വാമി വിവേകാനന്ദ യുവ പ്രതിഭ പുരസ്കാരം, തോമസ് മുണ്ടശ്ശേരി കഥാപുരസ്കാരം, VP ശിവകുമാർ സ്മാരക കേളി അവാർഡ്, കേരള സാഹിത്യ അക്കാദമിയുടെ മികച്ച നോവലിനുള്ള 2019 പുരസ്കാരം മീശ എന്ന കൃതിക്ക്, 2022 വയലാർ അവാർഡ് മീശ എന്ന നോവലിന്. ഇതിൽ ഇമ്പോർട്ടൻ്റ് 2022 വയലാർ അവാർഡ് മീശ എന്ന നോവലിന്. അതുപോലെ കേരള സാഹിത്യ അക്കാദമിയുടെ മികച്ച നോവലിനുള്ള 2019 പുരസ്കാരം മീശ എന്ന കൃതിക്ക്.